ഹലോ ഓൾ വെൽക്കം ടു മാഗ്നം അക്കാഡമി. ഫ്യൂവൽ ഓഫ് ദ ഫ്യൂച്ചർ എന്നുള്ള 5th യൂണിറ്റിലെ സെക്കൻഡ് സെക്ഷനാണ് നമ്മളിന്ന് നോക്കാൻ പോകുന്നത്. അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഫ്യൂവൽ ഓഫ് ദ ഫ്യൂച്ചർ എന്നുള്ള ചാപ്റ്റർ കംപ്ലീറ്റ് ആയിട്ട് നോക്കി, പക്ഷേ അതിൻ്റെ ക്വസ്റ്റ്യൻ ആൻസേഴ്സും അങ്ങനത്തെ കാര്യങ്ങളൊന്നും നമ്മൾ നോക്കിയിട്ടുണ്ടായില്ല. അപ്പോൾ ഈ സെക്ഷൻ നമുക്ക് ഇൻഡെക്സ് ക്വസ്റ്റ്യൻസും അങ്ങനത്തെ ഉള്ളതായിട്ട് ഡീൽ ചെയ്യാം. അപ്പോൾ ഇത് ചെറിയൊരു സെക്ഷനാണ്, അത്ര ഒരുപാടൊന്നും ഇല്ല. അപ്പോൾ നമുക്ക് വേഗം തുടങ്ങാം. അപ്പോൾ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, complete the following sentences by using a word from the passage above for each blank. അപ്പോൾ ഇവിടെ കുറേ fill in the blanks നമുക്ക് ചെയ്യാനുണ്ട്. അപ്പോൾ ഇതിൻ്റെ ആൻസർ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നോക്കിയ പാസേജ് നോക്കിയിട്ട് വേണം ചെയ്യാൻ. അപ്പോൾ ഒന്നാമത്തത്, the passage is about a dash of energy of the future. ഈ പാസേജ് എന്തിനെ കുറിച്ചാണ്? അത് സോഴ്സ് ഓഫ് എനർജി ഓഫ് ദി ഫ്യൂച്ചറിനെ കുറിച്ചാണ്. അപ്പോൾ ആ ബ്ലാങ്കിൽ ഫില്ല് ചെയ്യേണ്ടത് സോഴ്സ് ആണ്. രണ്ടാമത്തേത്, എ ഗ്രേറ്റ് ഡീൽ ഓഫ് ഇമ്പോർട്ടൻസ് ഇസ് ഗിവൺ ടുഡേ ടു ഡാഷ് നോൺ പൊല്യൂട്ടിംഗ് എനർജി. ആ ഡാഷിൽ ഫില്ല് ചെയ്യേണ്ടത് ക്ലീൻ ആണ്. ആ ബ്ലാങ്കിൽ ഫില്ല് ചെയ്യേണ്ടത് ക്ലീൻ. മൂന്നാമത്തേത്, സം ഓഫ് ദ ഓൾട്ടർനേറ്റീവ് സോഴ്സസ് ഓഫ് ക്ലീൻ നോൺ പൊല്യൂട്ടിംഗ് എനർജി ആർ, കുറേ ഡാഷ് തന്നിട്ടുണ്ട്. അപ്പം ഒരു ബ്ലാങ്കിൽ സൺ എഴുതുക, ഒന്നിൽ വിൻഡ് എഴുതുക, ഒന്നിൽ ടൈഡ്സ് എഴുതുക, ഒന്നിൽ വാട്ടർ എഴുതുക, ആൻഡ് ബയോഗ്യാസ്. അപ്പോൾ സം ഓഫ് ദ ഓൾട്ടർനേറ്റീവ് സോഴ്സ് ഓഫ് ക്ലീൻ നോൺ പൊല്യൂട്ടിംഗ് എനർജി ആർ ദ സൺ, ദ വിൻഡ്, ദ ടൈഡ്സ്, ദ വാട്ടർ ആൻഡ് ദി ബയോഗ്യാസ്. ഇനി നാലാമത്തത്, വിൻഡ് എനർജി ഈസ് ദ ഡാഷ് ബൈ വിച്ച് വിൻഡ് ഈസ് യൂസ്ഡ് ടു ജനറേറ്റ് ഇലക്ട്രിസിറ്റി. ആ പാസേജ് നോക്കിയാൽ കിട്ടും. വിൻഡ് എനർജി ഈസ് ദ പ്രോസസ് ബൈ വിച്ച്. അപ്പോൾ ആ ബ്ലാങ്കിൽ പ്രോസസ്സാണ് എഴുതേണ്ടത്. ഇനി അഞ്ചാമത്തത്, വിൻഡ് ഡാഷ് ആർ യൂസ്ഡ് ടു കൺവേർട്ട് വിൻഡ് എനർജി ഇൻ ടു മെക്കാനിക്കൽ എനർജി. വിൻഡ് ടെർബൈൻസ് ആണ് അല്ലേ? ആ ബ്ലാങ്കിൽ ടെർബൈൻസ് ആണ് ആൻസർ. ഇനി ആറാമത്തത്, സബ്സിക്വൻ്റ്ലി എ ഡാഷ് ഈസ് യൂസ്ഡ് ടു കൺവേർട്ട് ദ മെക്കാനിക്കൽ പവർ ഇൻ ടു ഇലക്ട്രിസിറ്റി. എന്താണ് സബ്സിക്വൻ്റ്ലി? എ ജനറേറ്റർ ആണ്. ആ ബ്ലാങ്കിൽ എഴുതേണ്ടത് ജനറേറ്റർ ആണ്. അപ്പോൾ ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് ക്ലിയർ അല്ലേ? ദ പാസേജ് ഈസ് അബൌട്ട് എ സോഴ്സ് ഓഫ് എനർജി ഓഫ് ദ ഫ്യൂച്ചർ. എ ഗ്രേറ്റ് ഡീൽ ഓഫ് ഇമ്പോർട്ടൻസ് ഈസ് ഗിവൺ ടുഡേ ടു ക്ലീൻ നോൺ പൊല്യൂട്ടിംഗ് എനർജി. മൂന്നാമത്തത്, സം ഓഫ് ദ ഓൾട്ടർനേറ്റീവ് സോഴ്സ് ഓഫ് ക്ലീൻ നോൺ പൊല്യൂട്ടിംഗ് എനർജി ആർ ദ സൺ, ദ വിൻഡ്, ദ ടൈഡ്സ്, ദ വാട്ടർ ആൻഡ് ബയോഗ്യാസ്. ഇനി നാലാമത്തത്, wind energy is the process by which wind is used to generate electricity. അഞ്ചാമത്തത്, wind turbines are used to convert wind energy into mechanical power. Subsequently, a generator is used to convert mechanical power into electricity. ഇനി അതിലെ തന്നെ സെക്കൻഡ് ക്വസ്റ്റ്യൻ നോക്കിയേ. വെൻ ആൻഡ് വെയർ വാസ് വിൻഡ് എനർജി ഫസ്റ്റ് യൂസ്ഡ്? വിൻഡ് എനർജി എപ്പോഴാണ് അതുപോലെ എവിടെയുമാണ് ആദ്യമായിട്ട് ഉപയോഗിച്ചത്? എവിടെയാണ്? ഈജിപ്തിലാണ് അല്ലേ? ഈജിപ്തിൽ 5000 BC ടു മൂവ് പ്രോപ്പൽ ബോട്ട്സ് അലോങ് ദ നൈൽ അല്ലേ? ആ ഫസ്റ്റ് പാരഗ്രാഫിലെ ലാസ്റ്റ് സെൻറ്റൻസ് ആണത്. അപ്പോൾ നൈലിൽ ആണ്. അപ്പോൾ 5000 BC ഇൻ ഈജിപ്തിൽ. അതാണ് എൻ്റെ ആൻസർ. ഇൻ ഈജിപ്തിൽ 5000 BC ടു മൂവ് ബോട്ട്സ് അലോങ് ദ നൈൽ. നെക്സ്റ്റ് ഇൻഡെക്സ് ക്വസ്റ്റ്യൻ 5.2, അതായത് അടുത്ത സെക്ഷൻ ഇൻഡെക്സ് ക്വസ്റ്റ്യൻ ആണ്. ആൻസർ ദ ഫോളോയിങ് ക്വസ്റ്റ്യൻസ് ബ്രീഫ്ലി. അപ്പം ചെറിയ രീതിയിൽ ആൻസർ എഴുതുക, ബ്രീഫായിട്ടാണ്. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, നെയിം ദ യൂറോപ്യൻ കൺട്രീസ് ദാറ്റ് യൂസ്ഡ് വിൻഡ് എനർജി. അപ്പോൾ ഏതൊക്കെ യൂറോപ്യൻ കൺട്രീസ് ആണ് വിൻഡ് എനർജി യൂസ് ചെയ്തത്? ഏതൊക്കെയാണ്? നെതർലാൻഡും ഡെൻമാർക്കാണ് അല്ലേ? ദ നെതർലാൻഡ് ആൻഡ് ദി ഡെൻമാർക്ക് were the European countries that used wind energy. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, when and what purpose were windmills used in America? അപ്പോൾ അമേരിക്കയിൽ എപ്പോഴൊക്കെയാണ് അല്ലെങ്കിൽ എന്തൊക്കെ ആവശ്യത്തിന് വേണ്ടിയിട്ടാണ് വിൻഡ് മിൽസ് യൂസ് ചെയ്തത്? During the late 19th century, windmills were used in America West to pump water from farms and ranches. അപ്പം 19th സെഞ്ച്വറിയിലായിരുന്നു, ലേറ്റ് 19th സെഞ്ച്വറിയിലായിരുന്നു അമേരിക്കയിൽ വിൻഡ് മിൽസ് യൂസ് ചെയ്തിട്ടുണ്ടായത്. അതുപോലെ അത് എന്തിനായിരുന്നു? പമ്പ് വാട്ടർ ഫോർ ഫാംസ് ആൻഡ് റേഞ്ചസ്. അപ്പം ഫാംസിലും റേഞ്ചസിലൊക്കെ വെള്ളം പമ്പ് ചെയ്യാൻ വേണ്ടിയിട്ടായിരുന്നു ലേറ്റ് 19th സെഞ്ച്വറിയിൽ അമേരിക്കയിൽ ഇത് യൂസ് ചെയ്തത്, വിൻഡ് മില്ല്.
നെയിം ദ ഫസ്റ്റ് ഇന്ത്യൻ സ്റ്റേറ്റ് ദാറ്റ് യൂസ്ഡ് വിൻഡ് എനർജി. ക്യാൻ ഇറ്റ് ബി യൂസ്ഡ് എൽസ്വെയർ? ഈസോ വെയർ? അപ്പം ഏതൊക്കെ ഏത് ഇന്ത്യൻ സ്റ്റേറ്റിലാണ് ആദ്യം തന്നെ വിൻഡ് എനർജി യൂസ് ചെയ്തത്? അതുപോലെ ഇത് വേറെ എവിടെയെങ്കിലും ഉപയോഗിക്കാൻ പറ്റുമോ? അല്ല അത് ഉപയോഗിക്കാൻ പറ്റുവാണെങ്കിൽ അത് എവിടെയൊക്കെയാണ്? ദ ഫസ്റ്റ് സ്റ്റേറ്റ് ടു യൂസ് വിൻഡ് എനർജി ഈസ് തമിഴ്നാടു. അപ്പം തമിഴ്നാടുവിലാണ് വിൻഡ് എനർജി അല്ലെങ്കിൽ വിൻഡ് മില്ല് ഫസ്റ്റ് യൂസ് ചെയ്തിട്ടുണ്ടായത്. ഫസ്റ്റ് സ്റ്റേറ്റ് ടു യൂസ് വിൻഡ് എനർജി ഈസ് തമിഴ്നാട്. എനർജി ആണല്ലോ ക്വസ്റ്റ്യൻ. അപ്പോൾ വിൻഡ് എനർജി ആദ്യം യൂസ് ചെയ്തത് തമിഴ്നാടുവിലായിരുന്നു. പിന്നെ ഇറ്റ് ക്യാൻ ഓൾസോ ബി യൂസ്ഡ് ഇൻ ദ പാർട്സ് ഓഫ് ഗുജറാത്ത്, ആന്ധ്രാപ്രദേശ്, കേരള ആൻഡ് മഹാരാഷ്ട്ര. അല്ല, ക്വസ്റ്റ്യൻ്റെ സെക്കൻഡ് ഭാഗം അങ്ങനെയുണ്ട്. ക്യാൻ ഇറ്റ് ബി യൂസ്ഡ് എൽസ്വെയർ? ഈസോ വെയർ? അപ്പോൾ വേറെ എവിടെയൊക്കെയാണ് ഇത് ഉപയോഗിച്ചത്? എവിടെയൊക്കെയാണ്? ഗുജറാത്തിൽ, ആന്ധ്രാപ്രദേശിൽ, കേരളയിലും മഹാരാഷ്ട്രയിലും, അല്ലേ, തമിഴ്നാടിലും ഉപരി. ഇനി നാലാമത്തെ ക്വസ്റ്റ്യൻ, ഹൗ ഡസ് റിസർച്ച് ഹെൽപ്പ് ഇൻ പോപ്പുലറൈസിങ് ദ യൂസ് ഓഫ് വിൻഡ് എനർജി? അപ്പം ഈ വിൻഡ് എനർജി പോപ്പുലറൈസ് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ റിസർച്ച് എങ്ങനെയൊക്കെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ടെന്നാണ് ക്വസ്റ്റ്യൻ. എങ്ങനെയൊക്കെയാണ്? അപ്പോൾ ഈ റിസർച്ചിലൂടെ ഇറ്റ് ഫൈൻഡ്സ് ന്യൂ സൈറ്റ്സ് വെയർ വിൻഡ് എനർജി ക്യാൻ ബി യൂസ്ഡ്. അപ്പോൾ വിൻഡ് എനർജി ഉപയോഗിക്കാൻ പറ്റുന്ന പുതിയ പുതിയ സൈറ്റ്സൊക്കെ ഈ സ്ഥലങ്ങളൊക്കെ ഇങ്ങനെ റിസർച്ചിലൂടെ നമുക്ക് കണ്ടെത്താനും പറ്റി. അതുപോലെ റിസർച്ച് ഓൾസോ ചെക്ക് ഔട്ട് എക്സിസ്റ്റിംഗ് സൈറ്റ്സ്. അപ്പോൾ ഇപ്പം നിലനിന്നുകൊണ്ടിരിക്കുന്ന സൈറ്റ്സിലും റിസർച്ച് ഇങ്ങനെ അത് എങ്ങനെയൊക്കെ ഉണ്ട് അതിനെക്കുറിച്ചൊക്കെ ഉള്ള ഇതൊക്കെ റിസർച്ചിലൂടെ നമുക്ക് മനസ്സിലാക്കി തന്നിരുന്നു. അപ്പോൾ അതിൻ്റെ ആൻസർ ഇറ്റ് ഫൈൻഡ്സ് ന്യൂ സൈറ്റ്സ് വെയർ വിൻഡ് എനർജി ക്യാൻ ബി യൂസ്ഡ്. റിസർച്ച് ഓൾസോ ചെക്ക് ഔട്ട് എക്സിസ്റ്റിംഗ് സൈറ്റ്സ്. ഇനി അടുത്ത സെക്ഷൻ ഇൻഡെക്സ് ക്വസ്റ്റ്യൻസ് ആണ്. ഇൻഡെക്സ് ക്വസ്റ്റ്യൻ 5.3 വരും. സേ വെദർ ദ ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ്സ് ആർ ട്രൂ ഓർ ഫോൾസ്, കറക്റ്റ് ദ ഫോൾസ് വൺസ്. അപ്പം ഒരു സെൻറ്റൻസ് തന്നാൽ ആ സെൻറ്റൻസ് ശരിയാണോ തെറ്റാണോ എന്ന് നമ്മൾ പറയുക. അപ്പോൾ അത് തെറ്റാണെങ്കിൽ അതിൻ്റെ ശരിയായ ഉത്തരം എന്താണെന്ന് കണ്ടെത്തണം. വെറും ശരിയാണോ തെറ്റാണോ എന്ന് പറയൽ മാത്രമല്ല, തെറ്റായവ ശരിയാക്കുകയും വേണം. അപ്പോൾ ഒന്നാമത്തത്, പീപ്പിൾ പ്രിഫർ കൺവെൻഷണൽ സോഴ്സസ് ഓഫ് എനർജി ടു വിൻഡ് എനർജി. പീപ്പിൾ അതായത് ആൾക്കാർ കൺവെൻഷണൽ സോഴ്സസ് ഓഫ് എനർജി. കൺവെൻഷണൽ സോഴ്സസ് എന്താണ്? നമുക്ക് പുതിയതായിട്ട് ഉപയോഗിക്കാൻ പറ്റാത്തത്, അതായത് പുതുക്കി ഉപയോഗിക്കാൻ പറ്റാത്തത്, റിന്യൂ ചെയ്യാൻ പറ്റാത്തത്. അപ്പം ഈ കൺവെൻഷണൽ സോഴ്സ് ഓഫ് എനർജി, റിന്യൂ ചെയ്യാൻ പറ്റാത്ത എനർജിയാണ് ആൾക്കാർ കൂടുതൽ പ്രിഫർ ചെയ്യുന്നത് എന്നാണ് ചോദ്യം. ആണോ? അല്ലല്ലോ. നമ്മൾ കഴിഞ്ഞ ഇതിൽ പഠിച്ചിട്ടില്ലേ, വിൻഡ് എനർജിയാണ് ആൾക്കാർ കൂടുതൽ യൂസ് ചെയ്യുന്നത്, കാരണം അത് റിന്യൂ ചെയ്യാൻ പറ്റുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ആൻസർ എന്താണ്? ഫോൾസ് ആണ്, അല്ലേ. സർവേ ഷോസ് ദാറ്റ് പബ്ലിക് പ്രിഫേഴ്സ് വിൻഡ് ആൻഡ് അതർ റിന്യൂവൽ എനർജി ഫ്രോംസ് ഓവർ കൺവെൻഷണൽ സോഴ്സസ്. അപ്പം കൺവെൻഷണൽ എനർജിനേക്കാളും വിൻഡും അതർ റിന്യൂവബിൾ എനർജിയുമാണ് ആൾക്കാർ പ്രിഫർ ചെയ്യുന്നത്. രണ്ടാമത്തത്, ലൈക്ക് ഓയിൽ വിൻഡ് എനർജി വിൽ വൺ ഡേ ബി ടോട്ടലി യൂസ്ഡ് അപ്പ്. ഫോൾസ് ആണ്. വിൻഡ് എനർജി എന്താണ്? ഫ്രീ ആണ്, അതുപോലെ റിന്യൂവബിൾ ഒക്കെയാണ്. അപ്പോൾ അത് ഫോൾസ് ആണ്. അതിൻ്റെ ആൻസർ ഇറ്റ് ഈസ് ഫോൾസ്. വിൻഡ് എനർജി ഈസ് എ ഫ്രീ റിന്യൂവബിൾ സോഴ്സ്. ദെൻ California's wind power plants are able to negate the bad influence of the enormous amount of pollutants its factories create. True ആണല്ലേ. ഇനി, a large number of trees are cut down to create space for wind power plants. False. എന്താണ്? A large number of trees would need to be cut to lessen the harm caused by the pollutants in the air in California എന്നാണ് നമ്മൾ പറഞ്ഞിട്ടുള്ളത്. അല്ലാണ്ട് അങ്ങനെ ഒരുപാട് മരങ്ങൾ അങ്ങനെ കട്ട് ചെയ്യുന്നൊന്നും ഇല്ല. ഇനി അഞ്ചാമത്തത്, വിൻഡ് പവർ പ്ലാന്റ്സ് ഓപ്പറേറ്റ് നോയ്സ്ലെസ്ലി. വിൻഡ് പവർ പ്ലാന്റ്സിന് സൗണ്ട് ഇല്ല എന്നാണ് ഇവർ പറയുന്നത്. ശരിക്കും ആണോ? അല്ല, ഫോൾസ് ആണ്. വിൻഡ് പവർ പ്ലാന്റ്സ് പ്രൊഡ്യൂസ് നോയ്സ് ആണ്, അല്ലേ. അതിൻ്റെ ആൻസർ കറക്റ്റ് ചെയ്യുമ്പോൾ അങ്ങനെയാണ് വരും. വിൻഡ് പവർ പ്ലാന്റ്സ് പ്രൊഡ്യൂസ് നോയ്സ്. ഇനി ആ സെക്ഷനിൽ തന്നെ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, given below are some headings. Fill in the blanks against each headings with the points from this section. Do not write long sentences, write in points forms. അപ്പം നമുക്ക് വിൻഡ് എനർജി എന്നൊരു ഹെഡിങ് തന്നിട്ടുണ്ട്. അതിൻ്റെ അഡ്വാൻറ്റേജസ്, അതായത് അതിൻ്റെ ഗുണങ്ങൾ, അതിൻ്റെ വീക്ക്നെസ്, അതിൻ്റെ സൊല്യൂഷൻസ്, ഇത് മൂന്ന് നമ്മൾ എഴുതണം. പിന്നെ ഈ എഴുതുന്നതിൻ്റെ ആൻസർ ഒന്നും നീട്ടി എഴുതാൻ പാടില്ല, ചെറിയ ചെറിയ പോയിൻ്റായിട്ട് എഴുതണം. അപ്പോൾ നമുക്ക് ആദ്യം അഡ്വാൻറ്റേജസ് നോക്കാം. അതിൻ്റെ ഈ വിൻഡ് എനർജിയുടെ ഗുണങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. അപ്പോൾ എന്താണ് അഡ്വാൻറ്റേജസ്?
ഒന്നാമത്തത് ഫ്രീ ആണ് അല്ലേ, ഫ്രീ ആണ്. വിൻഡ് എനർജി അതിൻ്റെ അഡ്വാൻറ്റേജ് എന്നുള്ളത് ഫ്രീ ആണ്. പിന്നെ റിന്യൂവബിൾ ആണ്, അത് റിന്യൂ ചെയ്യാൻ പറ്റും. പിന്നെ അതുപോലെ ക്ലീൻ എനർജിയും ആണ്, അത് നോൺ പൊല്യൂട്ടൻറ്റും ആണ്. അപ്പം ഫ്രീ, റിന്യൂവബിൾ, ക്ലീൻ എനർജി. ഇനി അതിൻ്റെ വീക്ക്നെസ് എന്തൊക്കെയാണ്? ഒന്ന് നോയ്സിയാണ്, ഭയങ്കര സൗണ്ട് അല്ലേ. പിന്നെ നോട്ട് ഗുഡ് ടു ലുക്ക് അറ്റ്, അപ്പോൾ കാണാനും വലിയ ഭംഗിയൊന്നുമില്ല. പിന്നെ ബേഡ്സിനെ കില്ല് ചെയ്യുന്നത് നമ്മൾ പറഞ്ഞിട്ടുണ്ട് അല്ലേ, കിൽസ് ബേഡ്സ്. പിന്നെ എന്താണ്, ഇൻ്റർമിറ്റൻറ്റ് സപ്ലൈയും ആണ്. അപ്പോൾ നോയ്സി, നോട്ട് ഗുഡ് ടു ലുക്ക് അറ്റ്, കിൽസ് ബേഡ്സ്, ഇൻ്റർമിറ്റൻറ്റ് സപ്ലൈ. ഇൻ്റർമിറ്റൻറ്റ് സപ്ലൈ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ ഫുൾ എപ്പോഴും ഉണ്ടാവില്ല, ഇടയ്ക്കിടയ്ക്ക് മാത്രമേ ഉണ്ടാകുന്നു. അപ്പോൾ ഈ വിൻഡ് എനർജി വെച്ചാൽ വിൻഡ് ഉണ്ടാകുന്ന സമയത്ത് മാത്രമല്ലേ നമുക്ക് ഈ എനർജി കിട്ടുന്നുള്ളൂ. അപ്പോൾ അതൊരു വീക്ക്നെസ് ആണല്ലോ. അപ്പോൾ നോയ്സി, നോട്ട് ഗുഡ് അറ്റ് ലുക്ക്, പിന്നെ കിൽസ് ബേഡ്സ്, ഇൻ്റർമിറ്റൻറ്റ് സപ്ലൈ. ഇനി ഇതിന് സൊല്യൂഷൻസ് എന്തൊക്കെയാണ്? അതായത് കുറേ വീക്ക്നെസ്, നമ്മൾ 3-4 വീക്ക്നെസ് പറഞ്ഞു. അപ്പോൾ ഈ വീക്ക്നെസ്സിനെ ഓവർകം ചെയ്യാനുള്ള സൊല്യൂഷൻ എന്തൊക്കെയാണ്? ഒരു സൊല്യൂഷൻ എന്നുള്ളത് ലൊക്കേറ്റ് ഇൻ റിമോട്ട് ഏരിയാസ്. റിമോട്ടഡ് ഏരിയാസിലൊക്കെ ഇങ്ങനെ ഈ വിൻഡ് പ്ലാന്റ്സ് ഉണ്ടാക്കുക. അല്ലാതെ ഇങ്ങനെ കുറേ പക്ഷികളും ഇങ്ങനെ ആൾക്കാരൊക്കെ താമസിക്കുന്ന ആ ഒരു ഏരിയയിലല്ലാണ്ട് റിമോട്ട് ഏരിയയിലേക്ക് ആക്കാൻ നോക്കുക. പിന്നെ കുറച്ച് മോഡേൺ ടെക്നോളജിയൊക്കെ യൂസ് ചെയ്യാൻ ശ്രമിക്കുക. അപ്പോൾ അങ്ങനെ സൊല്യൂഷൻസും ആക്കാൻ പറ്റും. അപ്പം അഡ്വാൻറ്റേജസും വീക്ക്നെസ്സും സൊല്യൂഷൻസും ക്ലിയർ അല്ലേ. ഇനി അടുത്ത സെക്ഷൻ ഓവറോൾ ക്വസ്റ്റ്യൻസ് ആണ്. അതിൽ 4 ക്വസ്റ്റ്യൻസ് ഉണ്ട്. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, നെയിം സം സോഴ്സസ് ഓഫ് ക്ലീൻ റിന്യൂവബിൾ എനർജി. അപ്പോൾ ക്ലീൻ റിന്യൂവബിൾ ആയിട്ടുള്ള വേറെ സോഴ്സസ് ഓഫ് എനർജീസ് ഏതാണ്? അപ്പോൾ നമുക്ക് ഓൾറെഡി ഒന്നറിയാം, വിൻഡ് ഉണ്ട് എന്നുള്ളത്. വിൻഡ് ഉണ്ട്, സൺ ഉണ്ട്, ടൈഡ്സ്, വാട്ടർ ആൻഡ് ബയോഗ്യാസ്. അത് നമ്മൾ ഈ ചാപ്റ്ററിൽ ആദ്യത്തെ പാരഗ്രാഫിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്. വിൻഡ്, സൺ, ടൈഡ്സ്, വാട്ടർ ആൻഡ് ബയോഗ്യാസ്. ഇനി രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, വാട്ട് യുണീക്ക് പ്ലേസ് ഡസ് ഇന്ത്യ ഹാവ് ഇൻ റിലേഷൻ ടു വിൻഡ് എനർജി. അപ്പം ഇന്ത്യനെ സംബന്ധിച്ച് വിൻഡ് എനർജിയിൽ എന്താണ് ഒരു യുണീക്ക് ആയിട്ടുള്ളൊരു പ്ലേസ് ഇന്ത്യക്ക് ഉണ്ട് എന്ന് പറയുന്നത് എന്താണ്? ആൻസർ, ഇന്ത്യ ഹാസ് ദ വേൾഡ്സ് ഓൺലി മിനിസ്ട്രി ഫോർ റിന്യൂവബിൾ എനർജി. അപ്പോൾ ഇന്ത്യക്കാണ് റിന്യൂവബിൾ എനർജീൻ്റെ ഓൺലി മിനിസ്ട്രി, ഇന്ത്യക്ക് മാത്രമാണ് ലോകത്തിലുള്ളത്. അതുപോലെ ഓൾസോ ഇന്ത്യ ഈസ് ദ വേൾഡ്സ് 5th ലാർജസ്റ്റ് പ്രൊഡ്യൂസർ ഓഫ് വിൻഡ് എനർജി. അപ്പം വിൻഡ് എനർജി ഉണ്ടാക്കുന്നതിൽ ഇന്ത്യക്ക് ലോകത്ത് 5ാമത്തെ സ്ഥാനവും ഉണ്ട്. ഇനി മൂന്നാമത്തെ ക്വസ്റ്റ്യൻ, വാട്ട് ആർ ദ അഡ്വാൻറ്റേജസ് ഓഫ് യൂസിങ് വിൻഡ് എനർജി. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ഇതിൽ തന്നെ പഠിച്ചായിരുന്നു അല്ലേ, കുറേ അഡ്വാൻറ്റേജസ് പഠിച്ചു. ഒന്ന് ക്ലീൻ എനർജി ഉണ്ട്, ഫ്രീ ആണ്, റിന്യൂവബിൾ ആണ്, ചീപ്പാണ്. ഫ്രീ എന്ന് വെച്ചാൽ ചീപ്പാണ്, നോൺ പൊല്യൂട്ടിങ്. അത് നേരത്തെ നമ്മൾ കഴിഞ്ഞ ഈ സെക്ഷനിൽ അഡ്വാൻറ്റേജസ് പഠിച്ചിരുന്നു. അപ്പം അതിൻ്റെ ആൻസർ, ഇറ്റ് ജനറേറ്റ്സ് ചീപ്പ്, നോൺ പൊല്യൂട്ടിങ്, ഫ്രീ ആൻഡ് റിന്യൂവബിൾ എനർജി. ഇനി നാലാമത്തെ ക്വസ്റ്റ്യൻ, വാട്ട് മേജർ ചലഞ്ച് ഡസ് ദ യൂസ് ഓഫ് വിൻഡ് എനർജി പോസ് ടു മാൻ. അപ്പം എന്താണ് ഏറ്റവും വലിയൊരു ചാലഞ്ച് എന്നുള്ളത്? ആൻസർ, ദ സപ്ലൈ ഈസ് ഇൻറ്റർമിറ്റൻറ്റ്. നമ്മൾ നേരത്തെ പറഞ്ഞു ഇൻറ്റർമിറ്റൻറ്റ്, അതായത് ഇടയ്ക്കിടയ്ക്ക് മാത്രമേ നമുക്ക് വിൻഡ് എനർജിയിൽ നിന്ന് ആ ഒരു എനർജി പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുന്നുള്ളൂ. ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് എനർജി പ്രൊഡ്യൂസ് ചെയ്യുന്നില്ല. വിൻഡ് ഡസ് നോട്ട് ഓൾവേസ് ബ്ലോ വെൻ ഇലക്ട്രിസിറ്റി ഈസ് നീഡഡ്. അപ്പോൾ എപ്പം ഇലക്ട്രിസിറ്റി ആവശ്യമുള്ള സമയത്തൊന്നും വിൻഡ് ചിലപ്പോൾ ബ്ലോ ചെയ്യണമെന്നില്ല.